Hello, friends, welcome back to the class of literary criticism. Today, we are going to discussing here about the preface of Lyrical Ballads by William Wordsworth. Here, we are discussing about the subject matter of the poetry by William Wordsworth. To the 1800 edition of the Lyrical Ballads, Wordsworth prefixed a preface explaining the new concept of poetry and justifying their practice. In that preface, Wordsworth focused his attention on the chief differences that the poems in the Lyrical Ballads possessed. He remarked that the subject matter of those poems had been drawn from the low rustic life and the medium adopted from the language of the rustics. 1800 പുറത്തിറങ്ങിയ ലിറിക്കൽ ബലാഡ്സിന്റെ രണ്ടാം പതിപ്പിൽ വില്യം വേർഡ്സ്വർത്ത് കവിതയെക്കുറിച്ചുള്ള തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്. ലിറിക്കൽ ബലാഡ്സ് എന്ന തൻ്റെ കവിതാ സമാഹാരത്തിന്റെ ഒരു ന്യായീകരണം കൂടിയായിരുന്നു ആ ആമുഖം. പ്രിഫേസിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് ലിറിക്കൽ ബല്ലാഡ്സിലെ കവിതകളുടെ പ്രത്യേകത എന്താണെന്നാണ്. പ്രത്യേകിച്ചും ആ കവിതകളുടെ സബ്ജക്റ്റ് മാറ്ററിന്റെ ഡിഫറൻസ് എന്തായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയംസ് ഹാഡ് ബീൻ ഡ്രോൺ ഫ്രം ദ ലോ റസ്റ്റിക് പീപ്പിൾസ്. ദാറ്റ് മീൻസ് ദ സബ്ജക്റ്റ് എടുക്കേണ്ടത് വില്ലേജേഴ്സിന്റെ ലൈഫിൽ നിന്നായിരിക്കണം. അത്തരം പോയത്തിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രം ദ ലൈഫ് ഓഫ് റസ്റ്റിക്സ്, വില്ലേജേഴ്സിന്റെ ജീവിതത്തിൽ നിന്നായിരിക്കണം. കവിതയുടെ വിഷയം വില്ലേജേഴ്സിന്റെ ലൈഫായിരിക്കണമെന്നും കവിതയുടെ മാധ്യമം വില്ലേജേഴ്സിന്റെ ലാംഗ്വേജ് ആയിരിക്കണമെന്നും അദ്ദേഹം ഊന്നി പറയുന്നു. അക്കോർഡിംഗ് ടു ഹിം, റസ്റ്റിക് ലൈഫ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയട്രി. He has chosen low rustic life because in that condition of life, the basic passions in the mind find a better soil to develop. Besides, the rustics are not polluted by the constraints of urban existence and therefore are less under the restraint and speak a plainer and a more emphatic language. ഗ്രാമവാസിയുടെ ജീവിതം എന്തുകൊണ്ട് കവിതയുടെ വിഷയമായി എടുക്കുന്നു? യഥാർത്ഥ വികാരങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ഗ്രാമവാസിയുടെ ജീവിതത്തിൽ നിന്നായിരിക്കും എന്ന് മാത്രമല്ല, അവരുടെ ജീവിതം നഗരവാസിയുടെ ജീവിതത്തെ പോലെ മലിനമാക്കപ്പെട്ടതോ ആഡംബരപൂർണമോ ആയിരിക്കുകയില്ല. വാട്ട് ഈസ് മോർ, ദ പാഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് ദ വില്ലേജ് പീപ്പിൾ are closely related to the beautiful and permanent forms of the nature. ഗ്രാമവാസിയുടെ വികാരങ്ങളും അവന്റെ ജീവിതവും പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുകയും വളരെ യാഥാർത്ഥ്യമായതും മനോഹരമായതുമായിരിക്കും. Such forms of nature are invariably the source of inspiration. ഇത്തരം ജീവിതം തീർത്തും മറ്റുള്ളവർക്ക് പ്രചോദനാത്മകമായ ഉറവിടമാണ്. On these reasons, Wordsworth affirms that low rustic life is the most appropriate subject matter of poetry. Next topic, the nature of language of the poem in Lyrical Ballads, or what was the remarks on the language of poetry according to William Wordsworth. A striking aspect of Wordsworthian theory of poetry enunciated in his preface is the reflections on the ideal language of poetry. Revolting against the stylized and sophisticated diction of the 18th century, Wordsworth proposes that the language most appropriate for use in poetry is very language used by the low rustic people. Wordsworthian theory അനുസരിച്ച്
അദ്ദേഹത്തിന്റെ ലിറിക്കൽ ബെല്ലാഡ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപക്ഷെ അക്കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും തേച്ചുമിനുക്കപ്പെട്ട പുതുമയാർന്ന ഭാഷാ ശൈലിക്കെതിരായുള്ള ഒരു വിപ്ലവം എന്ന നിലയിൽ തന്നെയാണ് വേർഡ്സ്വർത്ത് കവിതയുടെ ഭാഷയെക്കുറിച്ച് നിർവചിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് പോയിട്രി ഈസ് ദ വെരി ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ലോറസ്റ്റ് പീപ്പിൾ. അത് വില്ലേജേഴ്സിന്റെ ലാംഗ്വേജ് തന്നെയാണ്, വില്ലേജേഴ്സിന്റെ ലൈഫ് റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഭാഷ. He proceed to remark that such a language is the most appropriate medium of poetry because it is derived from the genuine experience of the rustics, whose hourly communicate with the best objects from which the best part of language is originally derived. Rustic peoplesന്റെ വില്ലേജേഴ്സിന്റെ ജെനുവിൻ എക്സ്പീരിയൻസ് റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ജെനുവിൻ എക്സ്പീരിയൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെട്ട ലാംഗ്വേജ് ആണ് അവരുടെ ലാംഗ്വേജ്. അതുകൊണ്ട് പോയട്രിയുടെ മീഡിയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ലാംഗ്വേജ് ആയിരിക്കണമെന്നാണ്. Another reason for the choice of the rustic language is that they being less under the influence of social vanity and being away from the complexities of urban livings. മറ്റൊരു കാരണം, സാമൂഹികമായ പൊങ്ങച്ചത്തിന്റെയോ ആഡംബരത്തിന്റെയോ നഗര ജീവിതത്തിന്റെ സങ്കീർണതകളോ ഒരിക്കലും ഈ റസ്റ്റിക് ലാംഗ്വേജിനെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് റസ്റ്റിക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. According to Wordsworth, such a language which is the genuine expression of the feelings and experience of the rustics is more permanent and philosophical language than the artificial language produced and propagated by the Augustines before him. ഓഗസ്റ്റൻസ് കാലഘട്ടത്തിൽ അക്കാലത്തെ കവികളും നിരൂപകരും മുന്നോട്ട് വെച്ചിരുന്ന കൃത്രിമവും തേച്ചുമിനുക്കപ്പെട്ടതുമായ ഭാഷയേക്കാൾ കൂടുതൽ സ്ഥിരതയുള്ളതും തത്വചിന്താപരവുമായ ഭാഷ എന്ന് പറയുന്നത് ഗ്രാമവാസികളുടെ ഭാഷയാണ്. ആ ഭാഷയ്ക്ക് മാത്രമേ, സാധാരണക്കാരന്റെ ആ ഭാഷയ്ക്ക് മാത്രമേ ഫീലിങ്സും എക്സ്പീരിയൻസും ജെനുവിനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇൻഫാക്ട്, വേർഡ്സ്വർത്ത് recommends a variety of language bearing the hallmark of spontaneity. His conviction is that since poetry is spontaneous, the medium it employs also must be spontaneous. പോയട്രിയുടെ മീഡിയം സ്പോണ്ടേനിയസ് ആണെങ്കിൽ മാത്രമേ പോയട്രിയും സ്പോണ്ടേനിയസ് ആയി മാറുകയുള്ളൂ എന്നും അദ്ദേഹം ഊന്നി പറയുന്നു.